കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു. DMK ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുന്നോടിയായിട്ട് വിളിച്ചൊരു യോഗമാണ് എന്നായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. ആ യോഗത്തിൽ DMKയുടെ മന്ത്രിമാരെ തീരുമാനിക്കും എന്ന് വരെ ചില മാധ്യമങ്ങൾ തട്ടിവിട്ടു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയല്ല. ജൂൺ 4 ശേഷം സ്റ്റാലിൻ അധികാരമൊഴിയുകയും പകരം മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കുകയും ചെയ്യുന്നതിനായിട്ടാണ് സ്റ്റാലിൻ യോഗം വിളിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അനാരോഗ്യം അലട്ടുന്നുണ്ട് സ്റ്റാലിന്. ഒപ്പം തന്നെ സ്റ്റാലിൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഉദയനിധി സ്റ്റാലിനെ വാഴിച്ചുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഇതിനെതിരെ DMKയിൽ തന്നെ ഒരു മുറുമുറുപ്പുണ്ട്. നേരത്തെ തന്നെ ഈ ഉദയനിധി സ്റ്റാലിന് വലിയ വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ ഈ DMKയിലെ ഒരു ചെറിയ വിഭാഗമായിരുന്നു എതിർപ്പെങ്കിൽ ഇപ്പോഴും അതിന് കുറച്ചുകൂടി വ്യാപ്തി കൂടിയിരിക്കുന്നു. വലിയൊരു വിഭാഗം തന്നെ എതിർപ്പുമായി രംഗത്തുണ്ട്. ഏതായാലും ഉദയനിധി സ്റ്റാലിന് അധികം വൈകാതെ ജൂൺ 4 ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയാകും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.